മലയാള സിനിമയിലെ രണ്ടാം വിവാഹക്കാർ വോളിയം 2 സത്താർ. മലയാള സിനിമയിൽ 70കളുടെ പകുതിയിൽ നായകനായും ഉപനായകനായും തുടർന്ന് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച നടൻ സത്താറിന്റെ ആദ്യ ഭാര്യ മലയാളത്തിന്റെ എവർഗ്രീൻ നായികയായ ജയഭാരതിയായിരുന്നു. ജയഭാരതിയിൽ കൃഷ് ജയ സത്താർ അഥവാ ഉണ്ണികൃഷ്ണൻ എന്നൊരു മകനുണ്ട് സത്താറിന്. ജയഭാരതിയെ ഡൈവേഴ്സ് ചെയ്ത് സത്താർ മറ്റൊരു സ്ത്രീയെ രണ്ടാം വിവാഹം കഴിക്കുകയായിരുന്നു. ശ്രീനാഥ്. 70കൾ അവസാനം 80കൾ ആദ്യം മലയാള സിനിമയിലെ നായകനും ഉപനായകനുമായിരുന്ന ശ്രീനാഥ് പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. ശ്രീനാഥിന്റെ ആദ്യ ഭാര്യ മലയാളത്തിന്റെ ഗൃഹാതുരത്വമുണർത്തുന്ന മലയാള തനിമയുള്ള നായിക ശാന്തി കൃഷ്ണയായിരുന്നു. 1984 ശ്രീനാഥ് ശാന്തി കൃഷ്ണയെ വിവാഹം കഴിച്ചത്. 1995 ശാന്തി കൃഷ്ണയുമായി ബന്ധം വേർപിരിഞ്ഞ ശ്രീനാഥ് 1999 ലതയെ വിവാഹം കഴിച്ചു. ലതയായിരുന്നു ശ്രീനാഥിന്റെ രണ്ടാം ഭാര്യ. 2010 ശ്രീനാഥ് മരണപ്പെടുകയായിരുന്നു. ശാന്തി കൃഷ്ണ 80കളിൽ മലയാള സിനിമയിലെ ഗ്രാമീണ തനിമയുള്ള നായികയായിരുന്ന ശാന്തി കൃഷ്ണയുടെ ആദ്യ ഭർത്താവ് ശ്രീനാഥ് ആയിരുന്നു. 1984 ശാന്തി കൃഷ്ണ ശ്രീനാഥിന്റെ ഭാര്യയാകുന്നത്. 1995 ശ്രീനാഥുമായി ബന്ധം വേർപിരിഞ്ഞ ശാന്തി രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെക്രട്ടറി ആയിരുന്ന സദാശിവൻ ബജോറിനെ വിവാഹം കഴിക്കുകയായിരുന്നു. പിന്നീട് തന്റെ രണ്ടാം ഭർത്താവായ സദാശിവൻ ബജോറിനെ ഡൈവേഴ്സ് ചെയ്യുകയായിരുന്നു ശാന്തി കൃഷ്ണ. ഗൗതമി. തമിഴ് മലയാളം ഹീറോയിൻ ഗൗതമിയുടെ ആദ്യ ഭർത്താവ് ബിസിനസ്മാനായ സന്ദീപ് പാട്ടിയ ആയിരുന്നു. 1998 ഗൗതമി സന്ദീപ് പാട്ടിയെ വിവാഹം കഴിച്ചത്. ഒരു വർഷത്തിനു ശേഷം ഇവർ ബന്ധം വേർപിരിയുകയും ഉലകനായകൻ കമലഹാസനെ ഭർത്താവായി സ്വീകരിക്കുകയും ലിവിംഗ് ടുഗദർ സ്റ്റൈലിൽ കമലഹാസനോടൊപ്പം ജീവിതം തുടരുകയും ചെയ്യുകയാണ് ഗൗതമി എന്ന നടി.